മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടൂറെല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള മേഘനോടും മഞ്ജുവിനോടുമായിട്ട് സീമന്തിനി വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. സീമന്തിനിക്കാണെങ്കിൽ മഞ്ജുവിനെ ഇനി കണ്ണൻ്റെ കയ്യിൽ നിന്നും ഒരു സ്വത്തുക്കളും കിട്ടില്ല എന്ന് തീർത്തും മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് സീമന്തിനി പറയുന്നുണ്ട്, നല്ല രീതിയിൽ കണ്ണനോട് നിന്നിരുന്നെങ്കിൽ ഈ നമ്മളുടെ മോളുടെ കാര്യത്തിനും അവൻ നല്ല പോലെ കൈയഴിഞ്ഞ് സഹായിച്ചേനെ. അതൊന്നും ഇനി ഒരിക്കലും അവൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കേണ്ടല്ലോ ദൈവമേ എന്ന് ഓർക്കുമ്പോൾ സീമന്തിനിക്ക് മഞ്ജുവിനോടും മേഘനോടുമായിട്ട് വളരെ ദേഷ്യമാകുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വാമദേവനെ കാണുകയാണ്. അങ്ങനെ വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പിറകിൽ കണ്ണനാണ്, കണ്ണൻ്റെ ഗുണ്ടയാണ് അവൻ, കണ്ണനാണ് ഞങ്ങളെ രണ്ടുപേരെയും തല്ലിച്ചതയ്ക്കാൻ അവനെ കൊട്ടേഷൻ കൊടുത്തതെന്നൊക്കെ വാമദേവനിൽ നിന്നും മേഘനാഥൻ അറിയുകയാണ്. അങ്ങനെ മേഘനാഥന് വളരെ ദേഷ്യമാകണം ഇത് കേൾക്കുമ്പോൾ. പിന്നീട് വാമദേവൻ മാർക്കോക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. പിന്നീട് മാർക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം മാർക്കോ ചോദിക്കും, എന്ത് കുറ്റത്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിൻ്റെ മേലൊരു പെണ്ണ് ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, നീ നടു റോഡിൽ വെച്ച് ആ പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. അതുകൊണ്ട് നിന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുകയാണ് പോലീസ്. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയുന്നു, ഞാൻ ഒരു പെൺകുട്ടികളെയും ഒരിക്കലും അപമാനിക്കാറില്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇങ്ങനൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് നിന്നെ കസ്റ്റഡിയിൽ എടുക്കാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പോലീസ്. പിന്നീട് മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട്, അച്ഛാ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവൻ ഒരിക്കലും ഇനി പുറലോകം കാണില്ല, കാരണം അവനെ പെണ്ണ് കേസിലാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അവൻ ഒരിക്കലും പുറലോകം കാണില്ല എന്ന് വാമദേവനോട് പറയുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ വളരെയേറെ ശ്രദ്ധിക്കണം, അവൻ നീ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനൊന്നുമല്ല, അവൻ ഇരട്ടച്ചങ്കനാണെന്നാണ് അവൻ്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതിനെക്കാട്ടി കടുത്ത ശിക്ഷയായിരിക്കും ഇനി നിനക്ക് അവൻ തരാൻ പോകുന്നത് അവൻ പുറത്തിറങ്ങുന്ന സമയത്ത്, അതുകൊണ്ട് നീ വളരെ സൂക്ഷിച്ച് വേണം കളിക്കാൻ എന്നുള്ള മറുപടി ഒരു മുൻകരുതലോടുകൂടി തന്നെ വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മേഘനാഥന് ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന അവനെ എനിക്കൊന്ന് നേരിട്ട് കാണണം, അവൻ ആരാ എന്താ എന്നൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അങ്ങനെ മേഘനാഥൻ അവനോട് പറയുന്നുണ്ട്, നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം, നിൻ്റെ ജീവിതം തീർന്നു, നീ ഇനി ഇവിടെ നിന്നും പുറത്തിറങ്ങുകയില്ല, നീ ഇനി പുറലോകം കാണില്ല എന്നൊക്കെ മാർക്കോനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, സാറേ എനിക്ക് യാതൊരുവിധ പേടിയുമില്ല, എന്നെ രക്ഷിക്കാനായിട്ട് ഇതിൻ്റെ പിറകിലൊരാളുമുണ്ട്, അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പേടിയുമില്ല ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട്, പിന്നെ സാറേ എന്നെയാണ് പേടിക്കേണ്ടത്, ഇവിടെ നിന്നിറങ്ങുന്ന ആ നിമിഷം തന്നെ സാറിനെ ഞാൻ കണ്ടോളാം എന്ന് മാർക്കോ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മേഘനാഥന് വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുകയാണ്. പിന്നീട് പ്രതാപൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുകയാണ്. അന്നേരം മോഹിനിയെ കാണുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ, നിൻ്റെ മരുമകനെ പോലെ തന്നെ ഞാനും വീൽ ചെയറിലായല്ലോ, നീയും നിൻ്റെ മകളും കൂടി എന്തുമാത്രം പ്രാവശ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഞാനിങ്ങനെ ഒരു അവസ്ഥയിലാകാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട് നീ കണ്ണ് നിറഞ്ഞ് കണ്ടോളൂ, ഞാനിനി വീൽ ചെയറിലാണ് കുറച്ച് നാളെന്നിങ്ങനെ പറയുവാണ്. അപ്പം മോഹിനി പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകളാണ് ഇതെല്ലാം, ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ മോളും അങ്ങനെ ചെയ്യില്ല, പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു മനസ്സാണോ ഉള്ളതെങ്കിൽ പിന്നെ അങ്ങനെ ധരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുറ്റവുമില്ല എന്ന് മോഹിനി പറയുന്നുണ്ട്. ഏതായാലും അവനവൻ ചെയ്ത കുഴിയിൽ അവനവൻ തന്നെ പോയി ചാടിയില്ല, ഇനിയെങ്കിലും നല്ല മനസ്സോടുകൂടി അവനവനിക്ക് വേണ്ടിയെങ്കിലും ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അകത്തോട്ട് പോകുന്നുണ്ട്. മാർക്കോയുടെ രക്ഷകനായിട്ട് കണ്ണൻ ഇനി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും. ഇനിയുള്ളൊരു പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.